ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടി വരും. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുറച്ച് ആലോചിച്ച് സമയമെടുത്ത് തീരുമാനമെടുത്താൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പല ആളുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ സമൂഹത്തിൽ ചില ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകും. നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ തീരുമാനമാവാതിരിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് പെട്ടെന്ന് തീരുമാനത്തിലെത്തുക. ഒരു സോഷ്യൽ ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യലോ അല്ലെങ്കിൽ ഫാമിലി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തിട്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, തീരുമാനത്തിലെത്തുക. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ശരിക്കും ശാസ്ത്രം പറയുന്നത് നമ്മളെ മൈൻഡ് ഒരു ദിവസം രാവിലെ നമ്മൾ എണീറ്റത് മുതൽ രാത്രി നമ്മൾ കിടക്കുന്നത് വരെ ഒരുപാട് ചെറുതും വലുതുമായ തീരുമാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നമ്മളറിയാതെ നമ്മളെ മൈൻഡ് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഒരു 1500 ചെറുതും വലുതുമായ തീരുമാനങ്ങളെങ്കിലും നമ്മുടെ മൈൻഡ് എടുത്തിട്ടുണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തന്നെ ശാസ്ത്രം പറയുന്നത് ഈ 1500 തീരുമാനങ്ങളിൽ നിന്ന് ഒരു 100 മുതൽ 200 വരെയുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് പലപ്പോഴും നമ്മളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പലപ്പോഴും നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു തീരുമാനം എടുക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്കിങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം തന്നെ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷയത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തീരുമാനിക്കണം. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ചില വിഷയങ്ങൾ നമ്മളൊരു ഞാൻ ആ വിഷയത്തിലൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് പോലും നമ്മളൊരു തീരുമാനമാണ്, നമ്മളുടെ ഒരു തീരുമാനമാണ്. മനസ്സിലായോ? അപ്പോൾ തീരുമാനം എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എന്ന് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പറയും. അപ്പം എന്ത് വിഷയമാണെങ്കിലും തീരുമാനം എടുക്കണ്ട എന്നുണ്ടെങ്കിൽ പോലും അതുപോലും നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണോ നമ്മൾ തീരുമാനിക്കേണ്ട വിഷയം, അതാണ് നമ്മളുടെ അസസ്മെൻറ്റ്. അതാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം, എന്താണ് ഞാനിവിടെ തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുമെന്നുള്ളത് എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക. ഇന്ന രീതിയിൽ നമുക്ക് തീരുമാനിച്ചാലോ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തീരുമാനിച്ചാലോ, അല്ലെങ്കിൽ അത് വേണ്ട ഈ രീതിയിൽ നമ്മൾ തീരുമാനിച്ചാലോ, അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? ആ ഓപ്ഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. അതാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഓപ്ഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, കിട്ടും. ഒന്നിലധികം ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ ഒന്നിലധികം ഓപ്ഷൻസ് കിട്ടുമ്പം അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഏത് തീരുമാനമായിരിക്കും ഏറ്റവും നന്നാവുക എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അല്ല, ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന തീരുമാനം നമ്മൾ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണം. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അതായത് നമ്മളെടുത്ത ആ ഒരു തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ക്ലിയർ ആവുണ്ടോ? ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ തീരുമാനത്തെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, മോണിറ്റർ ചെയ്യണം. അതായത് ആ തീരുമാനം നടപ്പിൽ വരുത്തിയോ എന്നുള്ളത്, നമ്മൾ ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്തിയോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. മാത്രമല്ല ഇവാലുവേഷൻ, ആ തീരുമാനം ശരിയായിരുന്നോ, ഞാൻ അന്ന് എടുത്തിരുന്ന തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് വിലയിരുത്തണം. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പം ഒരിക്കലും നമ്മൾ ഒരു വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, തീരുമാനമെടുക്കരുത്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. അതായത് ഒരു നല്ല ഹാപ്പിനെസ് ഉള്ള സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കരുത് എന്നാണ് പറയുക. അല്ലെങ്കിൽ നമുക്ക് നല്ല ദേഷ്യമുള്ള സമയത്ത് നമ്മൾ തീരുമാനമെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അയാൾ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, തീരുമാനം എടുക്കും. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനമെടുക്കരുത്. വികാരത്തിന് പകരം വിവേകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനമെടുക്കുക. നമ്മളുടെ വിവേകമാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരിക്കലും എന്തല്ല, വികാരമല്ല. അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ തീരുമാനം എൻ്റെ വികാരത്തിൽ നിന്ന് വന്നതാണോ അതല്ല എൻ്റെ വിവേകത്തിൽ നിന്ന് വന്നതാണോ എന്നുള്ളത്. ക്ലിയർ ആവുണ്ടോ? വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ബുദ്ധിപരമായി നമ്മൾ ആലോചിച്ചിട്ട് അത് എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ചിന്തിച്ചതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണോ എന്നുള്ളത് ആലോചിക്കുക. ഈ വികാരത്തിൽ നിന്നെടുക്കുന്ന തീരുമാനത്തിന് നമുക്ക് ഇത്തരം ആലോചനകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ആ തീരുമാനം പിന്നീട് നമുക്ക് അബദ്ധമായി നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പം തോന്നിപ്പോകും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ ഒരിക്കലും വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തീരുമാനമെടുക്കരുത്. കൃത്യമായ വിവേകത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനമെടുക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തീരുമാനം, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം ഫ്യൂച്ചറിൽ നമുക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഫ്യൂച്ചറിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ തീരുമാനം, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം ഗുണം ചെയ്യുമെന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് ലഭിക്കും. ഇങ്ങനെ തീരുമാനിക്കാം എന്നുള്ള 2-3 ഓപ്ഷൻസ് ലഭിക്കും. ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീരുമാനം നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഫ്യൂച്ചറിൽ നമുക്ക് ഏതാണ് ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആലോചിക്കണം. അങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് ഗുണം ചെയ്യുന്ന തീരുമാനമായിരിക്കണം നമ്മൾ അവസാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തോടു കൂടി തീരുമാനമെടുക്കുക. രണ്ടാമത്തത്, ഫ്യൂച്ചറിൽ ഗുണം ചെയ്യുന്ന തീരുമാനം ഏതാ എന്നുള്ളത് നമ്മൾ ആലോചിച്ചതിന് ശേഷം ആ തീരുമാനമെടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് എന്ത് ചെയ്യുക, ചോദിക്കുക. നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ചോദിക്കുക. ചില ആളുകളുണ്ട്, മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അതിന് ശേഷം മറ്റുള്ളവരോട് എന്ത് ചെയ്യും, ചോദിക്കും. നമ്മൾ അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ചെയ്താൽ എന്താന്ന്. പക്ഷെ അവർ പറയുന്ന തീരുമാനം ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സാറ്റിസ്ഫാക്ഷൻ തരില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെടുത്ത തീരുമാനം മറ്റുള്ളവർ എടുക്കാമെന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് സംതൃപ്തി കിട്ടുള്ളൂ. ക്ലിയർ ആവുണ്ടോ? നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സാധനം നമ്മളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തു, നമുക്കത് ഇഷ്ടപ്പെട്ടു, ഈ സാധനം എടുക്കാൻ നമ്മൾ വിചാരിച്ചു. പക്ഷേ നമ്മളെ കൂടെ നമ്മളുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവരോട് അഭിപ്രായം ചോദിച്ചു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. അവരൽപ്പമാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് എന്ത് ചെയ്യുക, നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുക. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പം 3 കാര്യം പറഞ്ഞു. നമ്മൾ വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തോടു കൂടി തീരുമാനമെടുക്കുക. രണ്ടാമത്തത്, ഫ്യൂച്ചറിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ഗുണം ചെയ്യുന്നത് മാത്രം തിരഞ്ഞെടുക്കുക. പിന്നെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമുക്ക് ആരോടെങ്കിലും നമുക്ക് ഉപദേശങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് തേടാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് തേടിയതിന് ശേഷം തീരുമാനമെടുക്കുക. ക്ലിയർ ആവുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട സംഗതി, നന്നായിട്ട് ദേഷ്യമുള്ള സമയത്തും അത് വളരെ ഹാപ്പിനെസ് ആയിരിക്കുന്ന മൂഡിലും എന്ത് ചെയ്യരുത്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയത് ഇത്തരം കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യും, സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതെല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ.